പ്രിയമുള്ളവരെ, റാഫി എടുവരാണേ. അപ്പോൾ നമ്മളെന്ത് ഒമാനിലെ ഹംറ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ് കേട്ടോ. നല്ല കിടിലനൊരു സ്ഥലമാണ്, പൊളപ്പൻ സ്ഥലം. ഇതൊരു ചെറിയ വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. ശരിക്കും മിസ്വത്ത് അൽ അബ്രീൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ കയറി വരുമ്പോൾ ഒരു ചെറിയ ചുരമൊക്കെ ഉണ്ട്. ഓക്കെ, ആ ഒരു ചെറിയ ചുരത്തിനകത്ത് ഒരു 2-3 ഒരു വ്യൂ പോയിൻ്റ് പോലത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഷെഡിൻ്റെ ഉള്ളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഒരു കിടിലൻ സംഭവം എന്ന് പറഞ്ഞാൽ കിടിലൻ. ഓഫ് റോഡ് വണ്ടിയുടെ ആവശ്യമൊന്നുമില്ല, സാധാ വണ്ടിയുടെ കാര്യമുള്ളൂ. എനിക്കിനി ഒരു 2-3 ചുരം കൂടെ ഇങ്ങനെ കയറി പോകണം, 2-3 വഴിയും കൂടെ ഒരു 3 കിലോമീറ്റർ കൂടെ ഇങ്ങനെ കയറി പോകണം കേട്ടോ. നെക്സ്റ്റ് ലെവൽ സംഭവം എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ സംഭവം. ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹംറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ ഇപ്പോൾ ഒരു ചെറിയ തണുപ്പുണ്ട് കേട്ടോ. കാലാവസ്ഥയൊക്കെ മാറിയിട്ടുണ്ട്, ചെറിയൊരു തണുപ്പൊക്കെ അടിച്ചിട്ടുണ്ട്. ഈ ഹംറ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റും. നല്ല പച്ചപ്പ് നിറഞ്ഞൊരു അടിപൊളി ഒരു സ്ഥലമാണ് ഈ ഒരു ഹംറ. ഇതിൻ്റെ ഒരു ഭംഗി കാണണമെങ്കിൽ ഈ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ മേളിൽ കയറണം കേട്ടോ. ഇനിയും കുറച്ചുകൂടെ കയറാനുണ്ട്. അവിടെ ഇന്ന് കുറച്ചുകൂടെ നല്ലൊരു വ്യൂ കിട്ടും. അപ്പോൾ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഞാൻ ഇവിടെ നിർത്തിയിട്ട് ഒന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വ്യൂ പോയിൻ്റ് നമുക്കൊന്ന് കണ്ടാലോ. അപ്പോൾ ഇതാണ് ഗൈസ് ഈ ഒരു ഹംറ എന്ന് പറയുന്ന, നമ്മൾ ഇതുവഴിയാണ് ഇങ്ങനെ കയറി വന്നത്. ഇതാണ് ഈ ഹംറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ ഒരു ഫുൾ വ്യൂ കേട്ടോ. എന്ത് രസമാണെന്നറിയാം. ഇപ്പം ഒരു ചെറിയ കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പം സമയം ഇപ്പോൾ ഏകദേശം 8:30 ആയിട്ടുണ്ട്. രാവിലെ ഒരു 6 മണി ആയപ്പോഴാണ് ഞാൻ മസ്കറ്റിൽ നിന്ന് തിരിച്ചത്. എൻ്റെ മോനെ, ഇത്രയും വൈബ് കിട്ടുന്ന ഒരു സ്ഥലം കേട്ടോ. 2-3 വ്യൂ പോയിൻ്റ് ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് കയറി വരുന്ന വഴിയിലാണ് ഈ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നത്. കുറച്ചുകൂടെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ഇതിലും നല്ല വ്യൂ നമുക്ക് കിട്ടും. കണ്ടോ, കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല കിടിലൻ കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, അടിപൊളി. വണ്ടികളൊക്കെ കയറി പോകുന്നുണ്ട്. ചുരം ഇങ്ങനെ കയറി പോകണം കേട്ടോ. അപ്പോൾ ഗൈസ്, നമുക്കിനി കാഴ്ചകൾ മുകളിൽ ഈ മിസ്വത്ത് അൽ അബ്രീൻ എന്ന് പറയുന്ന ഈ സ്ഥലമാണ് മുകളിൽ. അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി കാഴ്ചകൾ കണ്ടിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മൾ മറ്റൊരു വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇന്നാൽ ഈ ഗ്രാമം നല്ല രീതിയിൽ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ബോർഡെന്ന് പറഞ്ഞാൽ നോ എൻട്രി ഫോർ ക്യാമ്പിംഗ് ഇൻ ദിസ് ഏരിയ. ഇവിടെ ക്യാമ്പ് ചെയ്യാനൊന്നും കഴിയത്തില്ല. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയയിൽ ക്യാമ്പ് ചെയ്യാൻ കഴിയത്തില്ല. ഇതൊരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ ഇന്നാൽ നമുക്ക് ആ ഓൾഡ് ഹൗസ് എന്ന് പറയുന്ന ഒരു മിസ്ഫയുടെ അടിപൊളി വ്യൂസ് നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, അടിപൊളിയല്ലേ? ആ സൈഡിലാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം, അവിടെ വരെ വണ്ടി പോവും. അവിടെ കുറേ കടകളും പിന്നെ പഴയ ഓൾഡ് ഹൗസ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ അവിടെയുണ്ട്. നമുക്കിപ്പോൾ അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. നിങ്ങൾ മസ്കറ്റിലൊക്കെ ഉണ്ടെങ്കിൽ, ഇവിടെ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് വരിക കേട്ടോ. നല്ല തണുപ്പ് ഇപ്പം ഈ ഒരു കാലാവസ്ഥയിൽ നല്ല തണുപ്പുണ്ട്. നമുക്കപ്പോൾ ഇവിടെ നല്ല രീതിയിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു പള്ളിയുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതൊരു ചെറിയ പള്ളിയാണ്. ഇവിടെ ഭയങ്കര ഡേഞ്ചർ കേട്ടോ സംഭവം. ഇവിടെ ഇങ്ങനെ കൈവരിയൊന്നും വെച്ചിട്ടില്ല. ഇവിടെ നിന്നിട്ട് നമുക്ക് ഈ ഒരു നോ പാർക്കിംഗ് പ്രൈവറ്റ് റോഡ് കണ്ട, ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നും പാർക്ക് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. യോ മോനെ, എന്ത് രസമുണ്ടോ നോക്കിയേ. വാവ്, ഇതൊക്കെ ക്യാമ്പിംഗ് ആണ് കേട്ടോ. ഇതൊക്കെ റെൻറ്റിൻ്റെ സംഭവങ്ങളാണ് കേട്ടോ. ഇതുണ്ടോ, ഇത് പുതിയത് മിസ്വ വ്യൂ എന്ന് പറഞ്ഞാൽ അവിടെ ഹോട്ടലുകൾ കാണും. മിസ്വ വ്യൂ എന്നൊക്കെ പറഞ്ഞ ഹോട്ടലാണ്. ആ ഏരിയയിൽ നമുക്ക് പഴയ ഓൾഡ് മിസ്വ കാണാൻ പറ്റും. അപ്പോൾ ഇതുണ്ടല്ലോ, ഒരു പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലം. ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ട് കേട്ടോ. കുറേ വിസിറ്റേഴ്സ് ഉണ്ട്. കുറേ വണ്ടികൾ അവിടെ ഇട്ടിട്ടുണ്ട്. നമുക്ക് അവിടെ പാർക്കിംഗ് കിട്ടുമോ അറിയത്തില്ല. അപ്പോൾ ഇതാണ് ശരിക്കും ഒരു വ്യൂ കേട്ടോ. പോളി സംഭവമാണ്. അപ്പോൾ ഗൈസ്, നമുക്കിനി ഓൾഡ് ഹൗസിലേക്ക് പോവാം. ഭയങ്കര സന്തോഷം കേട്ടോ, ഭയങ്കര സന്തോഷം. എന്താ വെച്ചാൽ തണുപ്പുള്ള ഒമാനിൽ തണുപ്പുള്ള ഒരു സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ജബൽ അക്തർ ഒന്നും പോകാൻ പറ്റിയിട്ടില്ല. ഈ ഓഫ് റോഡ് വണ്ടിയൊന്നും കമ്പനിയിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ജബൽ അക്തർ ഒന്നും പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഒരു സന്തോഷം, ഭയങ്കര തണുപ്പ് കേട്ടോ. കുറേ വിസിറ്റേഴ്സ് ഉണ്ട് ഇന്ന്, എല്ലാം വിദേശികളാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു ഓൾഡ് ഹൗസ് എന്ന് പറയുന്ന മിസ്ഫ, ശരിക്കുമുള്ള മിസ്ഫയിലേക്ക് പോവാണ്. ഇവിടെ അടുത്തേ ഉള്ളൂ, 500 മീറ്റർ പോലും ഇല്ല. എല്ലാവരും വന്നും പോയൊക്കെ നിൽക്കുക. സൈക്ലിങ് നടത്തുന്നുണ്ടോ? ഒരു അപ്പൂപ്പനാണ് സംഭവം. ഒരു അപ്പൂപ്പനാണ് സൈക്ലിങ് നടത്തുന്നത്. ഒരു കഴുതയെ കൊണ്ടുവരുന്നുണ്ടോ? അടിപൊളിയാണ് കേട്ടോ, കഴുതയാണ് കേട്ടോ. ഇവിടെ എല്ലാം വണ്ടികളാട്ടോ, ഫുള്ള് വണ്ടികളാ. ഗൈസ്, ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷം. അയ്യോ, ഇവിടെ പാർക്കിംഗ് അതിൻ്റെ ഉള്ളിൽ കുത്തിക്കയറ്റാം, വേറെ പാർക്കിംഗ് ഇല്ല. ദുബൈയിൽ നിന്നൊക്കെ ആള് വന്നിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഈ സംഭവങ്ങൾ. ഈ കാണുന്നതൊക്കെ പുതിയ പുതിയ റിസോർട്ടുകൾ ഇങ്ങനെ പണിഞ്ഞിട്ടേക്കുവാണ് കേട്ടോ. നമ്മൾ കണ്ടില്ലേ എന്ത് രസമുണ്ടെന്ന് നോക്കി ഈ സ്ഥലമൊക്കെ. ഇതൊക്കെ ഓൾഡ് ഹൗസ് എന്നാണ് പറയുന്നത് കേട്ടോ. മിസ്ഫയിലെ ഓൾഡ് ഹൗസ് എന്നാണ് പറയുന്നതിന്. ഇവിടെ റൂം എല്ലാം പിന്നെ വാടകയ്ക്ക് കൊടുക്കുന്ന സംഭവങ്ങളാണ്. മിസ്ഫ ഓൾഡ് ഹൗസ്. ഇതൊക്കെ ഹോട്ടലുകളാണ് കേട്ടോ. എൻട്രി ഓഫ് കാർസ് ഫോർ റെസിഡൻസ് ഓൺലി. ഇവിടെ റെസിഡൻസിൻ്റെ വണ്ടികൾ മാത്രമേ പാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. വിദേശികളുടെ വണ്ടികളൊന്നും ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഡിയർ വിസിറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു സൂക്കിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം. ഇവിടെ കിഡ്സ് പ്ലേ ഉണ്ട്, ഫുഡുണ്ട്, സ്ലീപ്പുണ്ട്. ദുറത്ത് മിസ്ഫ ഇതുണ്ടല്ലോ. ഇതൊക്കെ ഓരോന്നും ഇങ്ങനെ ഗസ്റ്റ് ഹൗസ് ആക്കിയിട്ട് ഇട്ടേക്കുവാണ് കേട്ടോ. ഇതുണ്ടോ, ഇതൊക്കെ ഓരോ ഗസ്റ്റ് ഹൗസുകൾ. ഇതൊരു കോഫി ഷോപ്പാണ്. പിന്നെ ഇതൊക്കെ ഗസ്റ്റ് ഹൗസുകളാണ് കേട്ടോ. നമുക്ക് ഇവരുടെ പുറയിൽ പോവാം കേട്ടോ. പട്ടിയാണ്, സൂക്ഷിക്കുക. ഇവിടെ നോ പാർക്കിംഗ് ഏരിയ തന്നെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളി സെറ്റ്. പട്ടിയുണ്ട്. ഇവിടെയൊക്കെ മഴ പെയ്യുമ്പോഴേ ശരിക്കും നല്ല വാതി ഉണ്ടാവും കേട്ടോ. നല്ല നിങ്ങൾ ഇവിടുത്തെ ഒരു സ്ട്രക്ചർ കണ്ടിട്ടില്ല ഗൈസ്. ഇതാ പാറയുടെ മുകളിൽ ഇങ്ങനെ പണിഞ്ഞ് വെച്ചേക്കുവാണ് കേട്ടോ. എമ്മാര് പാറയാണ്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ കല്ല് വെച്ചിട്ട് അടുക്കി ഇങ്ങനെ സെറ്റാക്കി വെച്ചേക്കുക. ഇതൊരു ശരിക്കും മിനി ഊട്ടിയാണ് കേട്ടോ. ഇതൊക്കെ റിസോർട്ടുകളാണ്. എന്തായാലും നൈസ് സംഭവം ഇപ്പോട്ടോ. ഇന്നത്തെ വെള്ളിയാഴ്ച നമുക്ക് മുതലായിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും മഴ പെയ്യുമ്പോൾ നല്ല വെള്ളം പാഞ്ഞിറങ്ങുന്ന സ്ഥലം കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നല്ല കിടിലം മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് വാതി ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. ഇതുവഴി ഇങ്ങനെ ഇറങ്ങി വെള്ളം പോവും. കണ്ടില്ലേ? ഇതുണ്ടല്ലേ, ഇതൊക്കെ പഴയ വീടുകളാണ്. ഇവിടെ എല്ലാം താമസമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു രസം. ഈ പാറയൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ, ഇതൊക്കെ ഇവിടെയൊക്കെ വന്നിട്ട് പോകുന്നവരാണ് കേട്ടോ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇന്നലെയൊക്കെ സ്റ്റേ ചെയ്തിട്ട് ഇന്ന് പോകുന്ന ടീംസാണ്. ഇവിടുത്തെ ഒരു വ്യൂ ഉണ്ടല്ലേ, ഇവിടെ നിന്നിട്ടുള്ളൊരു വ്യൂ ഉണ്ടല്ലേ, പഴയ രീതിയിലുള്ള സംഭവങ്ങളാണ് ഫുള്ള്. ഒരു കഴുത ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. ഇത് സവാരിക്കുള്ള കേട്ടോ സംഭവം. ഇനി നമ്മൾ ഇതിൻ്റെ സൂക്കിൻ്റെ ഉള്ളിലേക്ക് കയറാണ്. പൊളി. ഇത് രസമായിരിക്കും ഇവിടെയൊക്കെ താമസിക്കാനല്ല, ഇവിടെ കാണാൻ ജോലി കിട്ടിയാൽ മതി. ഇതിവിടുത്തെ ഒരു സൈൻ ബോർഡാണ്. പഴയ ഓൾഡ് ഹൗസിൻ്റെ ഒക്കെ ഫുള്ള് വ്യൂ കാണിക്കുന്ന ഒരു ഹൗസ് ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ ഗ്രൂപ്പ് ഓഫ് ഗ്രാൻഡ് പേരൻസ്. ഇതുണ്ടല്ലേ, ഇതൊക്കെ ഇവിടുത്തെ എന്താ പറയുന്നത് ഗ്രൂപ്പുകളാണ്. ഗ്രാൻഡ് പേരൻസ് എന്ന് പറയും. വില്ലേജ് കൗൺസിൽ ഇൻ ദെയർ ട്രഡീഷണൽ ഒമാനി കോസ്റ്റ്യൂം. ബെസ്റ്റ് ടൂറിസ്റ്റ് വില്ലേജിന് കിട്ടിയൊരു പേപ്പറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. മോനെ പോയി. വാവ്. നമ്മളിപ്പോൾ സൂക്കിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. ഇവിടെ ഒന്നുമില്ല, ഇവിടെ എല്ലാം അടച്ചിട്ടേക്കുക. നമ്മളങ്ങനെ സൂക്കിൻ്റെ ഉള്ളിൽ കടന്നിരിക്കുകയാണ്. ഇവിടെ കുറേ അഡ്വഞ്ചറൊക്കെ ഉണ്ട്, അഡ്വഞ്ചർ ടൂറൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഹോസ്പിറ്റാലിറ്റി ഇൻ മിസ്ഫ ട്രഡീഷണൽ ഗാലറി.
ഇതുവഴിയൊക്കെ പോയാൽ ഓരോരോ സംഭവങ്ങൾ നമുക്ക് കാണാം. പഴയ ട്രഡീഷണൽ രീതിയിലുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഇവിടെ വിൽക്കുന്ന കടകളും അതും ഇതൊക്കെയാണ്. No sé, pero bueno. Los pillamos de sorpresa. Está bien de viajar con. Bueno, viajamos con el coche. Con camper, sí. Sí, perfecto. Sí, aquí no hay. നമ്മളങ്ങനെ മിസ്ഫ ട്രഡീഷണൽ ഗാലറിയിലോട്ട് കയറുകയാണ് കേട്ടോ. ഒരു ട്രഡീഷണൽ ഗാലറിയാണ്. ഏത് വഴി പോകണമെന്നറിയില്ല. ഈ വഴിയുണ്ട്. നമുക്ക് ഇവിടെ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് പോകാൻ. അപ്പോൾ ഇതുവഴി പോവാം. ഇതെല്ലാം ക്യാമറയാണ് കേട്ടോ. ഫുള്ള് ക്യാമറ നിരീക്ഷണത്തിലാണ്. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇങ്ങനത്തെയൊക്കെ ഉള്ള ഓരോ ഗുഹകളൊക്കെയാണ്. ഇതുണ്ടല്ലേ പഴയ പൂട്ടും താക്കോലും ഒക്കെ ആയിട്ട് അടിപൊളി. ഇതൊക്കെ ഓരോ റിസോർട്ടുകളാണ് കേട്ടോ, താമസിക്കുന്ന സ്ഥലങ്ങൾ ഇതൊക്കെ. അടിപൊളി വൈബ് കിട്ടുന്ന സ്ഥലം കേട്ടോ. ഫൈൻ. നമുക്ക് ഇതുവഴി താപ്പോട്ടിറങ്ങിയപ്പോൾ ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് കാണുന്നുണ്ട്. അതെ, ഇതുണ്ടല്ലേ. യാ മോനെ, ഇത് രസമുണ്ടോ നോക്കിയേ. കിടിലൻ വ്യൂ പോയിന്റ് ആണ് കേട്ടോ ഇവിടെ. എന്നാൽ വെള്ളം ഒഴുകുന്ന സൗണ്ടൊക്കെ ഉണ്ട്. അടിപൊളി. നമുക്ക് ഇതുവഴി ഒന്ന് ഇറങ്ങിപ്പോയി നോക്കാം. ഇവിടെയൊക്കെ നാരക കൃഷിയൊക്കെയാണ് കേട്ടോ കൂടുതലും. യെസ്, ഇവിടെയൊക്കെ. ഭയോ സ്വിമ്മിംഗ് പൂൾ കിതറേ? അസ്സലാമു അലൈക്കും. ഉസ് तरफ है? ഓക്കെ, താങ്ക് യു. ഇതൊക്കെ പഴയ ഓൾഡ് ഹൗസ് കേട്ടോ. ഇവിടെ പണിയെടുക്കുന്ന ആൾക്കാരാണ്. ഈ ഒരു പാറ കണ്ടില്ലേ, ഇങ്ങനെ പീസാക്കി വെച്ചേക്കുന്ന പോലത്തെ ഉണ്ട്. ദാറ്റ് സൈഡ്. അപ്പോൾ ഈ പുള്ളി നമ്മുടെ കൂടെ പൂള് നോക്കിയിട്ട് വന്ന ആളാണ് കേട്ടോ. ഞങ്ങൾ രണ്ടും കൂടെ അപ്പം ഇങ്ങനെ പൂള് നോക്കാൻ വേണ്ടിയിട്ട് പോവാം. കുറച്ച് അറിയോ? Your family is not here? No. Come alone. Single. Yes. What's your name? Aloysius. You from? I'm from Bangalore. Bangalore? Yeah. Yes. ഇവിടുത്തെ പഴയ ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. No. You're just having a Maybe look. that's it. What is that? YouTube channel. Oh my god. Very good. Maybe here. No. Assalamu alaikum. Where is the pool? Swimming pool. Mine. അപ്പോൾ നമ്മൾ സ്വിമ്മിംഗ് പൂള് തപ്പി നടക്കുവാണ്. ഇതിൻ്റെ ഉള്ളിൽ എവിടെയോ ആണ്. വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. മേ ബി ഇവിടെ ആയിരിക്കാം. യെസ്. ഇവിടെയാണ്. നമ്മൾക്ക് എന്തായാലും ആ ഒരു വ്യൂ ആദ്യം മേളിൽ നിന്നിട്ട് കാണാം കേട്ടോ. ഇവിടെയാണ് ഒരു പൂള്. അയ്യോ, വെള്ളമില്ല കേട്ടോ. വെള്ളം നിറയ്ക്കുന്നേ ഉള്ളൂ. ഇവിടെ നിന്നൊക്കെ ചാടുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് ആ പൂള്. നമ്മൾ പൂള് തപ്പി വന്ന പൂളിൽ വെള്ളമില്ല കേട്ടോ. ഇതെന്താ, വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നല്ല ആഴമുള്ളൊരു പൂളാണ് കേട്ടോ. ഇതിൻ്റെ അടിയിൽ നിന്നാണ് ഇനി വെള്ളം വരുന്നത്.
ഇതുവഴി പോകാനൊന്നും പറ്റത്തില്ല കേട്ടോ, എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതുവഴി പോകുന്നില്ല. ആണുങ്ങൾക്ക് കടക്കാൻ പറ്റില്ല. ഇതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള പൂള് കേട്ടോ. ഇപ്പം നിർഭാഗ്യവശാൽ പൂളിൽ വെള്ളമില്ല. കുളിക്കണമെന്നൊക്കെ പറഞ്ഞ് വന്നതാണ്. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതൊക്കെ തന്നെ അവസ്ഥ. വെള്ളത്തിൽ തണുപ്പൊന്നുമില്ല, എന്നാലും കൊള്ളാം. കണ്ടില്ലേ, പൂളില്ല, പക്ഷേ ഭയങ്കര ആഴമുണ്ട് കേട്ടോ സംഭവം കെട്ടിയിട്ടേക്കുന്നത്. അതുവഴി സ്റ്റെപ്പൊക്കെ ഉണ്ട്. ഇവിടുത്തെ ആൾക്കാർക്ക് മാത്രമേ ഇവിടെ കുളിക്കാൻ പറ്റത്തുള്ളൂ. നമുക്കൊന്നും ഇവിടുന്ന് കുളിക്കാൻ പറ്റത്തില്ല. ഓൺലി ലോക്കൽ പീപ്പിൾസിന് മാത്രമേ ഇവിടെ കുളിക്കാൻ പറ്റത്തുള്ളൂ. ബോർഡ് കണ്ടില്ല. നമുക്കിനി ഈ ഭാഗത്തേക്കൊന്ന് നടക്കാം. ഇതൊക്കെ ഓരോരുത്തർ താമസിക്കുന്ന കേട്ടോ. എന്ത് രസമായിരിക്കും ഇവിടെ എല്ലാം താമസിക്കല്ലേ. ഇതുണ്ട്, ഒരു വൈക്കോൽപ്പുരയാണ് കേട്ടോ. ഇത് വൈക്കോൽപ്പുരയാണ് സംഭവം. എന്തായാലും സൂപ്പറാണ് ഇവിടുത്തെ കാഴ്ചകൾ. കിടിലൻ തണുപ്പും. ഇവിടെ പശുവൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ചാണകമെല്ലാം കിടക്കുന്നു. എന്ത് രസമുണ്ട് മോനെ ഇവിടെ കാഴ്ചകൾ. എന്ത് രസമാണെന്നൊക്കെ. മറ്റവരൊക്കെ ഇതുവഴി ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഈ വഴി നമുക്ക് ഇറങ്ങി പോകണം. ഇതൊക്കെ നല്ല നല്ല ക്ലീനാണ് കേട്ടോ. നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് ഇവിടെ. ഇതെവിടെ എഴുതിയിട്ടുണ്ട്, മിസ്ഫ ഓൾഡ് ഹൗസ്. ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ കണ്ടില്ലേ, ഇത് രസമുണ്ടോ നോക്കിയേ. ഇതുണ്ടോ, മിസ്ഫ ഓൾഡ് ഹൗസ്. ഇങ്ങനെയാണ് ആരോമാർക്ക് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതുവഴി ഒന്ന് പോയി നോക്കാം അവിടെ ഇനി എന്താ സംഭവം എന്നുള്ളത്. അതാ അങ്ങനെ നമ്മൾ മിസ്ഫ ഓൾഡ് ഹൗസിലെത്തിയിട്ടുണ്ട്. ഇതൊന്നും പൊളിച്ച് കളയത്തില്ല കേട്ടോ, ഇവരിങ്ങനെ വെച്ചേക്കും. അതാണ് ഇവിടുത്തെ ഒരു ഭംഗി. ഇവിടെ ഒന്നും ഇപ്പോൾ താമസമില്ല. ഇത് ജസ്റ്റ് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ തുറന്നിട്ടേക്കുവാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതെവിടെയെങ്കിലും ഇപ്പോൾ താമസമില്ല. റിസോർട്ടുകളൊക്കെ ഇങ്ങനെ പണിഞ്ഞിട്ടിട്ടുണ്ട്. ഉഫ്, എന്തൊരു അന്തരീക്ഷം എൻ്റെ പൊന്നെ. ഉണ്ട്, അവിടെയൊക്കെ താമസിക്കുന്നുണ്ട് ആളുകൾ, താമസിക്കുന്നുണ്ട്. റിസോർട്ടുകളെ ഇങ്ങനെ പണിഞ്ഞു വെച്ചേക്കോ. ഗൈസ്, നിങ്ങൾക്കൊരു കാര്യം കാണണോ? അനാർ നിൽക്കുന്ന കാണണോ? മാതളം. ഇതാ മാതളമാണ് ഇത് കേട്ടോ, മാതളം. മാതളമുണ്ട്, നാരങ്ങയുണ്ട്. ഗൈസ്, ഇത് മാതളമാണ്, പോംഗ്രാനൈറ്റ്. അതിൻ്റെ ഒരു മരമാണ് നിൽക്കുന്നതെല്ലാം. അടിപൊളി. പിന്നെ അതുപോലെ തന്നെ നാരകമുണ്ട്. എന്തായാലും സംഭവം കിടുക കേട്ടോ. ഇതൊക്കെ ഇവിടുത്തെ പഴയ ഓൾഡ് ഹൗസ് റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെയാണ്. ഇതെല്ലാം എന്താ ഇങ്ങനെ നോ എൻട്രി. നോ എൻട്രിയിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല. ഇവർ പട്ടിയും പിടിച്ച് പോകുന്നുണ്ട്. നമുക്ക് അവരുടെ പുറയിൽ പോവാം. വാവ്, പൊളി.
ഇതുണ്ടോ തൂണ് കണ്ടോ ഇതിൻ്റെ ഈ പാറയുടെ മേളിൽ നിന്ന് കെട്ടി വെച്ചേക്കുക. എന്തായാലും അടിപൊളിയാണ്. പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ അനാറ് കിളിച്ചിപ്പുണ്ട് കേട്ടോ, മാതളം ഇങ്ങനെ കിളിച്ചിപ്പുണ്ട്. ഇതുവഴി എല്ലാം ചുറ്റി കാണാൻ വേണ്ടിയിട്ട് എന്തായാലും സൗകര്യം ഒരുക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും ഇവിടെ വന്നിട്ട് സ്റ്റേ ചെയ്യണം കേട്ടോ, ഈ ഹോട്ടലുകളിൽ വന്നിട്ട് സ്റ്റേ ചെയ്യണം, ഓൾഡ് ഹൗസിലൊക്കെ സ്റ്റേ ചെയ്യണം. അവരത് നല്ല നീറ്റ് ക്ലീൻ ആക്കി സൂപ്പറാക്കി ഒരു എന്താ പറയുക ഹോട്ടൽ സെറ്റപ്പിലും ആക്കി വെച്ചിട്ടുണ്ട്. റെൻ്റൊക്കെ ഉണ്ടാവും, നല്ല റെൻ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ മറ്റേ ആൾക്കാരെ കാണുന്നില്ല കേട്ടോ നമ്മുടെ ഇവിടെ വന്നേ. ഇതൊരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. നമുക്ക് ഇവരുടെ പുറകെ പോവാം. പട്ടിയും പിടിച്ചുകൊണ്ട് പോകുന്നവർ ഈ വഴി കൂടെ പോകുന്നുണ്ട്. ഇത് ശരിക്കും ഇവിടെ നിന്നൊരു വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. താപ്പോട്ടൊക്കെ ഇറങ്ങി പോകാൻ പറ്റും. ശരിക്കും ഈ സ്ഥലം ആരും മിസ്സാക്കരുത് കേട്ടോ. ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്, ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ മഴ സമയത്ത് വാദി സമയത്ത് ഇവിടെയൊക്കെ ഫുള്ള് വെള്ളം പോകുന്ന സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ സൈലൻ്റായിട്ട് കിടക്കുന്നതെന്ന് നോക്കണ്ട, ഭയങ്കര വെള്ളം പോകുന്ന സ്ഥലമാണ്. ഇതുണ്ടല്ലോ അടുക്കടുക്കായിട്ട് പാറകളൊക്കെ വെച്ചേക്കുന്നത്, അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെള്ളം കെട്ടി ഇട്ടേക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ മാവ്, പിന്നെ അതുപോലെ തന്നെ അനാറ്, മാതളം, അങ്ങനത്തെ ഉള്ള സംഭവങ്ങളാണ്. ഈത്തപ്പഴം ഇത് കണ്ടില്ലേ, നെക്സ്റ്റ് ലെവൽ സ്ഥലമാണ്. ഞാനിവിടുന്ന് തിരിച്ചു പോകട്ടോ, അവരതുവഴി അങ്ങോട്ട് കറങ്ങി അങ്ങോട്ട് പോവാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അവിടെ നിന്നാൽ നല്ലൊരു വ്യൂ കിട്ടുമായിരിക്കും. എന്തായാലും നമുക്കും കൂടെ ഒന്ന് പോയി നോക്കാം പെട്ടെന്ന്. പ്രിയമുള്ളവരെ, ഒന്നും പറയണ്ട കേട്ടോ, ഞാനവിടുന്ന് സുല്ലിട്ടിക്ക് പോന്നു. എൻ്റെ കൂടെ വന്ന ആ ഇംഗ്ലീഷുകാർ പട്ടിയും കൊണ്ട് പോയി അപ്പുറത്തെ സൈഡ്. അവർക്ക് പിന്നെ നടക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. ഞാനവിടുന്ന് സുല്ലിട്ടു. ഇത് കണ്ടില്ലേ, എന്ത് രസമുള്ള സ്ഥലമാണെന്ന് അറിയോ ഗൈസ്. ഇത് കണ്ടോ, ഈ ടോപ്പ് സൈഡിലാണ് ഈ സംഭവം. ഓപ്പോസിറ്റ് നമ്മൾ വണ്ടിയും കൂടെ വന്ന സൈഡും മറ്റേ സൈഡുമാണിത്. ഞാൻ സുല്ലിട്ട് നടന്നു പോവാ. എന്ത് രസമാണെന്നറിയോ ഈ ഒരു സ്ഥലം. ഒരു മിനി ഊട്ടി എന്ന് വേണേൽ പറയാം. താഴ്വരകൾ കൊണ്ട് എന്താ പറയുക, വാക്കുകൾ കിട്ടുന്നില്ല. എന്ത് സൗന്ദര്യമാണ് അറിയോ ഈ ഒമാനിൽ. ഇങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് സ്ഥലങ്ങൾ, നമ്മൾ അറിയാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയി പോട്ടോ. മിസ്ഫത്ത് അൽ അബ്രീൻ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ദൂരെ നിന്നാൽ നമുക്ക് ഈ ഒരു സ്ഥലം കാണാൻ പറ്റും, പക്ഷെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി വരുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് ഇതൊരു ലോകമാണെന്ന്. എമ്മാതിരി സ്ഥലമാണെന്നറിയോ ഗൈസ്, കിടിലൻ. നിങ്ങളൊക്കെ നാട്ടിലുള്ളവരെ ഈ വിദേശയാത്രയൊക്കെ പിന്നെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ ഈ ഒരു ഒമാനാക്കണം കേട്ടോ. എന്നുവെച്ചാൽ നിങ്ങൾക്ക് വല്ലാത്ത എക്സ്പീരിയൻസ് കിട്ടും. അത് ഫസ്റ്റ് ഓപ്ഷൻ ഒമാനാക്കണം നിങ്ങൾ വിദേശയാത്രകൾ ചെയ്യുന്നവരാണെങ്കിൽ ഓക്കെ. എന്നുവെച്ചാൽ അത്രയ്ക്ക് സ്ഥലങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്ത് ഒരുപാട് ഗ്രാമങ്ങൾ ഇവിടെ കവർ ചെയ്യാൻ കിട്ടും നിങ്ങൾക്ക്. ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരിക്കും അത്. അണക്കിന്ന് ഭയങ്കര അണപ്പ് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഹായ്, ഗുഡ് മോർണിംഗ്. ഹായ്. ഇവരെല്ലാം വിസിറ്റ് ചെയ്യുന്നവരാട്ടോ. ഈ ഒരു വില്ലേജ് കാണാൻ വേണ്ടിയിട്ട് വന്നവരാണ്. എല്ലാം വിദേശികളാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് വിദേശികളാണ്.
നമ്മളപ്പോൾ തിരിച്ച് കയറി പോവാം. അതാ ഒരു അമ്മൂമ്മ ഇറങ്ങി വരുന്നുണ്ട്. ഹലോ, ഇത് മോസ്കാണ് കേട്ടോ, ഇവിടുത്തെ ചെറിയൊരു പള്ളി. മാഷാ അല്ലാ, സൂപ്പർ പള്ളി കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു പള്ളി അത്. ഇവിടെ എന്തായാലും നല്ല വ്യൂ ആണ്. അവിടെ കയറാനും വേണ്ടിയിട്ട് സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട്, ആ പള്ളിയിൽ കയറാനും വേണ്ടിയിട്ട്. ആ പൂളിൽ ഇപ്പോൾ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ. രാവിലെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു രാത്രി അത് വറ്റിച്ചിട്ട് രാവിലെ അത് ഫില്ലാക്കുമെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇത് പള്ളിയാണ്, പഴയ രീതിയിലുള്ളൊരു പള്ളി കേട്ടോ ഇവിടെ. ഓക്കെ, നൈസ്, പൊളി. ആ പൂള് നമ്മളവിടെ കണ്ട പൂളാണ് കേട്ടോ അത്. ഇപ്പോൾ വെള്ളം അത് ഫുള്ളാക്കുന്നുണ്ട്, നമുക്ക് കുളിക്കാൻ പറ്റില്ല. പക്ഷേ ഇതിവിടുത്തെ ഒരു കോഫി ഷോപ്പാണ് കേട്ടോ. നമുക്കിനി ഇറങ്ങിപ്പോവാം, 9 മണിയായി. ആ നൈസ്. ഇത് ശരിക്കുമേ ഒരു ഗൾഫ് കൺട്രി ആണെന്ന് പറയുമോ? അത്രയ്ക്ക് രസമല്ലേ ഇവിടെ. വാഴ, നമ്മുടെ ചെമ്പരത്തി, വാവ്, കിടു. ഇതുണ്ടോ ഒരു ചെറിയ ഇതുപോലെ ഉണ്ടാക്കിയിട്ടേക്കുന്ന ഈത്തപ്പനയുടെ വെച്ചിട്ട് ചെമ്പരത്തി എല്ലാം ഉണ്ട്. ശരിക്കും ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കും. എന്നുവെച്ചാൽ നമുക്ക് യാദൃശ്ചികമായി കിട്ടുന്ന സംഭവങ്ങൾ അതൊക്കെ. വാഴയൊക്കെ ഇങ്ങനെ തടിച്ച് കൊഴുത്തി ഇപ്പോൾ ഉണ്ട്. ഇതുണ്ടല്ലേ, ഫുള്ള് വിദേശികളാണ്. നാൾ കൂടി ഫ്രൈഡേ ആയിട്ട് ഫുള്ള് ആൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. കണ്ടോ, ഞാൻ വന്നപ്പോൾ ആളില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ആൾ കൂടി. സമയം 9 മണി കഴിഞ്ഞു. ഇന്ന് ഫ്രൈഡേ അല്ലേ, ഇന്ന് ഫുള്ള് തിരക്കായിരിക്കും. കിട്ടിക്കില്ല ഒരു സ്ഥലം കേട്ടോ. എല്ലാവരും തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടോ, ഗോമാലിലുണ്ടെങ്കിൽ കേട്ടോ എന്തെങ്കിലും ഒരു ദിവസം ഇവിടെ വന്നിട്ടൊന്ന് വിസിറ്റ് ചെയ്യാം. ഒരു മിനി ഊട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് കിഡിലൻ പ്രകൃതി വാരിക്കൊരു സൗന്ദര്യങ്ങൾ കൊടുത്തേക്കുന്ന ഒരു ഗ്രാമമാണ് കേട്ടോ ഈ മിസ്ഫത്ത് അൽ അബ്രീൻ എന്ന് പറയുന്ന സംഭവം. എന്ത് രസമുണ്ടെന്ന് അറിയാം ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ ഗൈസ് കണ്ടില്ലേ, ഇതാണ് മിസ്ഫത്ത് അൽ അബ്രീൻ. മസ്കറ്റിൽ നിന്ന് 179 കിലോമീറ്ററാണ്. ഞാൻ ഫുള്ള് വയർത്ത് കേട്ടോ. എന്ന് വെച്ചാൽ കിടിലൻ. ഞാനങ്ങ് നടന്നു. ഇപ്പോൾ വെയിലായി കേട്ടോ. ഞാനിവിടെ എത്തിയത് 8:30-ക്കാണ്. ഇപ്പം നല്ല വെയിലായിട്ടുണ്ട് സംഭവം. നിങ്ങൾ കണ്ടില്ലേ, തിരക്ക് കണ്ടില്ലേ. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ ആൾ കൂടും കേട്ടോ. നെക്സ്റ്റ് ലെവലാണ്. ആ സൂക്കിൻ്റെ ഉള്ളിക്കിടയൊക്കെ നടക്കാൻ എന്ത് രസമാണെന്നറിയോ. എൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് തണുപ്പാണ്. പിന്നെ പൂളിൽ കുളിക്കണമെന്നും പറഞ്ഞാൽ ആരും വരരുത്. ഇവിടെ ഒമാനികൾക്ക് മാത്രമേ ഉള്ളൂ കുളിക്കാനുള്ള അനുമതി. ആ പൂള് രാത്രി എനിക്ക് വന്ന് വറ്റിച്ചിടും, പിന്നെ രാവിലെ പിന്നെ അത് ഫുള്ളാക്കും. അങ്ങനെ കണ്ട പരിപാടി. ഓക്കെ, എന്തായാലും കിടിലൻ സംഭവമായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ അടിപൊളിയായിരുന്നു. ഇത് ഈ ഒരു ചാൻസ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമാണ് ഇന്ന് എനിക്ക്. എന്ന് വെച്ചാൽ ഇന്ന് വരണമെന്ന് വിചാരിച്ചല്ല, ഫ്രൈഡേ ആയിട്ട് ഇന്നൊന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചത്. പക്ഷേ ആകെ എനിക്കൊരു ഫ്രൈഡേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് മാക്സിമം ഞാൻ ഇങ്ങനെയൊക്കെയുള്ള യാത്രകൾ ഒഴിവാക്കത്തില്ല കേട്ടോ. ഇത് എവിടുന്നോ എനിക്ക് കിട്ടിയതാണ്, ഒമാൻ ട്രാവലിൽ നിന്ന് അങ്ങാണ്ട കിട്ടിയതാണ് എനിക്ക് സംഭവം. നെക്സ്റ്റ് ലെവൽ. അപ്പോൾ ഒമാനിലുള്ളവർ, മസ്കറ്റിലുള്ളവർ, ഇവിടെ വരാത്തവർ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ദിവസം, പെരുന്നാളിനോ അങ്ങനെ എന്തെങ്കിലും ഒരു ദിവസം ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുക. ഒരു മിനി ഊട്ടി നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും, അത് ഉറപ്പാണ്. നിരാശരാക്കത്തില്ല. കയറി വരുന്ന വഴിയിലൊക്കെ വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ വേറെ ലെവൽ. അപ്പോൾ നമുക്ക് ഒമാനിലെ കാഴ്ചകൾ ഇനി തീരുന്നില്ല. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി കാഴ്ചയായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ഗുഡ് ബൈ.